ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഞങ്ങളിന്ന് വെറുതെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തിട്ട് വേറെ എവിടെയില്ല, റൂമിൽ തന്നെ ഇരിപ്പല്ലേ, അത് കാരണം നമുക്കൊന്ന് പാർക്കിലൊക്കെ പോകാം. പാർക്കല്ല, ഈ ഒരു ഈവനിങ് ടൈമിൽ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ തൊട്ട് താഴെ ഷവർമ്മ വാങ്ങിയിട്ട് നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഷോപ്പ് വരുന്നത്. ആ ചേട്ടൻ കാശിക്കൂട്ടിന് ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുത്തു. കാശി അവിടെ പോയി ഭയങ്കര പരിചയമായിട്ടോ. മലയാളി റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഷവർമ്മയൊക്കെ മേടിച്ചു, ഒരു മൗണ്ടൻ ഡ്യൂ മേടിച്ചു. കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്ന് കഴിക്കാം. കാറ്റും ഇങ്ങനെ റൂമിലൊക്കെ ഇരുന്ന് മടുത്തു. ജോലി റൂമിൽ അത് തന്നെയല്ലേ, നമുക്കൊന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. ഇവിടെ എല്ലാവരും ഈവനിങ് ടൈമിലും വീക്കെൻഡ് ടൈമിലൊക്കെ ഇങ്ങനെ ഇവിടെ ഡെയിലി ആൾക്കാരാണ് ഈ ഒരു ഏരിയയിൽ റെസ്റ്റ് എടുക്കാൻ വരുന്നതായിരിക്കും. കാരണം കുറച്ച് മരവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു തണുപ്പും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടിട്ടാണ്. നല്ല രസമാണ് രാത്രി ടൈമിൽ പോയിരിക്കാൻ നല്ല രസമാണ്. ഉച്ചയ്ക്കൊന്നും ഇങ്ങോട്ട് അടുക്കാൻ പറ്റൂല പകൽ ടൈമിൽ. കാശിക്കൂട്ടിന് സ്വർഗം കിട്ടിയ ഫീലാട്ടോ. കാശിക്കൂട്ടൻ പിന്നെ കളി ശരിക്കും അവനെ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഞങ്ങളിങ്ങോട്ട്. പിന്നെ അവിടെ കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊപ്പം കളിയായിരുന്നു. ഞാൻ പിന്നെ തണുപ്പ് കിട്ടാൻ വേണ്ടി പുല്ലിലങ്ങ് ഇരുന്നു. പിന്നെ അതാ ഷവർമ്മ, നല്ല ഷവർമ്മയാണ് കേട്ടോ അവിടുത്തെ ഷവർമ്മ. നമ്മുടെ നാട്ടിലെ ഷവർമ്മ ഇവിടുത്തെ ഷവർമ്മ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ചു. കാശിക്കൂട്ടൻ ആ പൂച്ചകളോട് കളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞത്. പൂച്ചയ്ക്കും കുറച്ച് ഷവർമ്മയൊക്കെ കൊടുത്തു. അവരും തിന്നിട്ടല്ലേ നമ്മുടെ പൂച്ചയ്ക്കും നമ്മളിവിടെ കൊടുത്തു. കുറേ നേരമായി നമ്മളെ നോക്കിക്കൊണ്ട് നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. 3-4 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഭക്ഷണം കൊടുത്തു. പിന്നെ ഏട്ടൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അത് ഏട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്നതിന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും കാശിക്കൂട്ടൻ സാറ്റ് കളിച്ചതാണ്. ഞാൻ വിളിക്കാൻ പോവാണ്. കാശി അതിനിടയ്ക്ക് ഇങ്ങനെ ഇട്ട് ഓട്ടക്കണ്ണിട്ടൊക്കെ നോക്കുകയാണ് ഞാൻ. പക്ഷെ നല്ല രസമാണ് അവൻ്റെ കൂടെ സാറ്റ് കളിക്കാനും അവൻ്റെ കൂടെ കളിക്കാനും നല്ല രസമാണ് കേട്ടോ. അല്ലെങ്കിലും കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മുടെ പ്രായവും ചെറുതായി പോകുമല്ലോ അല്ലേ. അങ്ങനെ കണ്ടില്ലേ, അവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. അവിടെ കുറേ ചേട്ടന്മാരിരുന്ന് ലുഡോ കളിക്കുകയാണ്. പിന്നെ അവിടെ കുറച്ച് പേരിരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ അവൻ മണലിലോട്ട് ചാടി, പുല്ല് വിട്ട് പിന്നെ മണലിലേക്കായി അവന് മണ്ണ്. നാട്ടിൽ നിന്നാലും അവന് മണ്ണിക്കളി തന്നെയായിരുന്നു മെയിൻ കേട്ടോ. ഇവിടെ വന്നപ്പോൾ അങ്ങനെ കാണാനില്ലായിരുന്നു. പിന്നെ അവൻ മണ്ണിക്കളി കൂടിയോണ്ട് ഞങ്ങളിപ്പം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ റൂമിലേക്ക് പോകാമെന്ന് ഓർത്തിട്ട് ഇറങ്ങി കേട്ടോ. കാശിക്കൂട്ടൻ അതാ കുറേ വട്ടം വീഴുകയൊക്കെ ചെയ്യും ആശാൻ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. വീണാണല്ലോ എണീക്കാൻ പഠിക്കുക. അങ്ങനെ കാശിക്കുട്ടൻ്റെ എണീറ്റ് നടക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു ടൈമിലൊന്നും ഇവനെ നടത്തുന്ന പോസിബിളാണ്. കാരണം വണ്ടി അതിൽ ആൾക്കാർ